ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് WREയിലെ മൊഡ്യൂൾ 4 ലെക്ചർ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സിലബസിലെ ലാസ്റ്റ് പോർഷൻ നോക്കിയാൽ റിവർ ട്രെയിനിങ്. റിവർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷനുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണോ അതിലെ ആദ്യത്തെ 2 ക്ലാസിഫിക്കേഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അധികം ഇല്ല, കുറച്ചേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം. അപ്പം റിവർ ട്രെയിനിങ് വർക്ക്സ് അല്ലേ, റിവർ ട്രെയിനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു റിവറിനെ ഡയറക്റ്റ് ചെയ്യണം. ഇന്ന സൈഡിൽ കൂടെ പോകണം, അല്ലെങ്കിൽ ഇന്ന ചാനലിൽ കൂടെ പോകണം, അങ്ങനെ ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ റിവറിൻ്റെ ബെഡിനെ ട്രെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാൻ. ആ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, വാട്ടർ ഡെപ്ത്, അത് ലോവർ ആയിട്ടുള്ള വാട്ടർ ഡെപ്ത് ആണെങ്കിൽ അതിനെ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, അങ്ങനെ ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മെഷേഴ്സിനെയാണ് നമ്മൾ റിവർ ട്രെയിനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിവറിനെ ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുക എന്നൊരു ഒബ്ജക്റ്റീവ് വെച്ചിട്ട്. അപ്പം മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ ടു എസ്റ്റാബ്ലിഷ് ദി ചാനൽ അലോങ് എ സർട്ടൻ അലൈൻമെൻറ്റ്. ഒരു അലൈൻമെൻറ്റ് നമ്മൾ പറയുന്നുണ്ട്. ആ അലൈൻമെൻറ്റിന് അലോങ് ആയിട്ട് എങ്ങനെ നമുക്ക് ആ ചാനലിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതാണ് റിവർ ട്രെയിനിങ് മെഷേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിവർ ട്രെയിനിങ് നോക്കാം. First one, to provide a safe passage to the flood discharges without overflowing to the banks for protection of cultivated and inhabited areas. അപ്പം റിവറിൽ ഫ്ലഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഫ്ലഡ് ഡിസ്ചാർജ് എന്ന് വെച്ചാൽ ഫ്ലോ ഓഫ് വാട്ടർ കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ടൈമിൽ ആ വരുന്ന ഫ്ലഡ് വാട്ടറിനെ എങ്ങനെ നമുക്ക് ആ ഒരു സേഫായിട്ട് ആ ഒരു പാസേജിൽ കൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റും, വിത്തൗട്ട് ഓവർഫ്ലോയിങ് ടു ദി കൾട്ടിവേറ്റഡ് ഏരിയ. അപ്പുറം ഇപ്പുറം എന്ന് പറയുന്നത് ചിലപ്പോൾ കൾട്ടിവേഷൻ ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ ആൾക്കാർ താമസിക്കുന്ന ഇൻഹാബിറ്റേറ്റഡ് ഏരിയാസ് ആയിരിക്കും. അങ്ങോട്ട് ഓവർഫ്ലോ ആകാതെ എങ്ങനെ നമുക്ക് ആ ഫ്ലഡ് ഡിസ്ചാർജസിനെ സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതാണ് ഇവരുടെ ആദ്യത്തെ ഒരു ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, to protect the river banks from heavy erosion and to improve the alignment by stabilizing the river channel. അപ്പം റിവർ ബാങ്ക് എന്ന് പറയുമ്പോൾ 2 സൈഡാണല്ലോ. അപ്പോൾ ഈ ഹെവി ആയിട്ടുള്ള ഫ്ലോ മീൻസ് ഭയങ്കരമായിട്ട് ഫ്ലോ വരുമ്പം ആ ഒരു തിട്ടയിൽ ഇടിച്ചിടിച്ച് ചിലപ്പോൾ അവിടുത്തെ സോയിൽ ഇറോഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് റിവർ ചാനലിനെ കുറച്ചുകൂടി സ്റ്റെബിലൈസ് ചെയ്യാം, ആ ഒരു ഹൈറ്റൊക്കെ ഡെപ്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അധികം ഇറോഷൻ ഒന്നും ഉണ്ടാകാതെ ഒന്ന് ഗൈഡ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്ന് നോക്കുന്ന ഒരു മെഷേഴ്സാണ് റിവർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട്, ടു ട്രാൻസ്പോർട്ട് ദി ബെഡ് ആൻഡ് സസ്പെൻഡഡ് സെഡിമെന്റ് ലോഡ്സ് വിത്ത് എ മാക്സിമം എഫിഷ്യൻസി. അപ്പം ഹെവി ആയിട്ടുള്ള ഒരു വാട്ടർ ഫ്ലോ ഉള്ളപ്പം അവർ അതിൻ്റെ കൂടെ തന്നെ ആ വാട്ടറിൻ്റെ കൂടെ തന്നെ ഒത്തിരി സെഡിമെന്റ് ലോഡും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. പിന്നെ ടു ഡിഫ്ലഡ് ദി റിവർ എവേ ഫ്രം ദി ബാങ്ക് വിച്ച് ഇറ്റ് മേ അറ്റാക്ക്. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ കേവ് വരുന്നിടത്തൊക്കെ ഈ വാട്ടർ ഫ്ലോ ഹൈ ആണെങ്കിലും അത് ആ ഒരു കേവിലുള്ള ആ പോർഷനിലുള്ള ബാങ്കിനെയൊക്കെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഇറോഷൻ നടത്തിയിട്ടൊക്കെ ആയിരിക്കും ഫ്ലോ ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഏരിയയിലൊക്കെ മീൻസ് ആ ഒരു അറ്റാക്ക് കൂടുതലുള്ള ബാങ്ക് പോർഷനിലൊക്കെ എങ്ങനെ നമുക്ക് റിവറിനെ ആ ഒരു അതിനെ അധികം ബാധിക്കാത്ത രീതിയിൽ ബാങ്ക് പോർഷൻ റിവർ ബാങ്കിനെ അധികം എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടാം എന്നുള്ളത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഫൈനലി, ടു പ്രൊവൈഡ് എ സഫിഷ്യൻറ്റ് ഡെപ്ത് ഓഫ് വാട്ടർ ഫോർ നാവിഗേഷൻ. അപ്പം നാവിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ആ ഒരു റിവർ ആണെങ്കിൽ റിവറിൽ കൂടെ ചെറിയ ചെറിയ ബോട്ടോ ചെറിയ ഷിപ്പോ അങ്ങനത്തെ അതിനൊക്കെ ട്രാവൽ ചെയ്യണമല്ലോ നാവിഗേഷൻ പർപ്പസിന് വേണ്ടി. അപ്പം ട്രാവൽ ചെയ്യണമെങ്കിൽ അതിനത്രയും വെള്ളം വേണം. ആ ഒരു ബോട്ടിൻ്റെ താഴത്തെ പോർഷൻ ഫ്ലോട്ട് ചെയ്യുമ്പം കുറച്ച് വെള്ളത്തിന് മുങ്ങിയിട്ടാണല്ലോ ഇരിക്കുന്നത്. ആ വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് അതിന് നമ്മൾ ഡ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. വാട്ടർ സർഫസിൽ നിന്ന് എത്ര പോർഷനാണോ ബോട്ടിൻ്റെ വെള്ളത്തിനടിയിലായിട്ടുള്ളത്, വാട്ടർ സർഫസിൽ നിന്ന് എത്ര പോർഷനാണോ വാട്ടറിൻ്റെ അടിയിലായിട്ടുള്ളത്, അതിനെ ഡ്രാഫ്റ്റ് എന്ന് പറയും. അപ്പോൾ ആ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വെള്ളത്തിന് മുങ്ങിക്കിടക്കണമല്ലോ, ആ ഒരു ബെഡിൽ മുട്ടാതെ പോയാലല്ലേ അത് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോകത്തുള്ളൂ, മൂവ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള സഫിഷ്യൻറ്റ് ഡെപ്ത് ഓഫ് വാട്ടർ വേണം, എന്നാലും അവിടെ ഈ ഒരു പറഞ്ഞ നാവിഗേഷൻ സാധ്യമാകത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിവർ ട്രെയിനിങ് വർക്ക്സ്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിവർ ട്രെയിനിങ് വർക്ക്സ്, എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യത്തെ ഒന്നാണ് ഹൈ വാട്ടർ ട്രെയിനിങ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് ട്രെയിനിങ് ഫോർ ഡിസ്ചാർജ് എന്നും പറയാം. ഇറ്റ്സ് ഓൾസോ കോൾഡ് as ട്രെയിനിങ് ഫോർ ഡിസ്ചാർജ്. ഇപ്പോൾ ഇവിടെ നമ്മൾ മെയിൻലി ട്രെയിൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഒരു റിവറിൻ്റെ
ആ ഒരു സഫീഷ്യൻ്റ് ഏരിയ ഉണ്ടോ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ഏരിയ ഉണ്ടോ, എന്തിനാണ് മാക്സിമം ഫ്ലഡ് വന്നാൽ അതിനെ സേഫായിട്ട് പാസ് ചെയ്ത് പോകാനുള്ള സഫീഷ്യൻ്റ് ഏരിയ റിവറിനുണ്ടോ ഇല്ലയോ എന്നുള്ള സംഭവം നമ്മൾ ചെക്ക് ചെയ്യുക. അതനുസരിച്ചുള്ള ട്രെയിനിങ് മെത്തേഡ്സ് എന്തൊക്കെ ഫോളോ ചെയ്താൽ അതിനെ സഫീഷ്യൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നോക്കുന്നതാണ് ഈ ഹൈ വാട്ടർ ട്രെയിനിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർ ആ ഹൈ ആയിട്ട് വരുന്ന ആ ഡിസ്ചാർജിനെ എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ അപ്പുറം ഇപ്പുറം ഉള്ള ഏരിയയിലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളത് എങ്ങനെ നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നതാണ് ഈ ഹൈ വാട്ടർ ട്രെയിനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഹൈ വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഡെപ്ത് ഓഫ് വാട്ടർ ഹൈ ആയിരിക്കും. ഓക്കെ, അതാണ്. പിന്നെ ഇറ്റ് കൺസേൺസ് മെയിൻലി വിത്ത് ദി അലൈൻമെന്റ് ആൻഡ് ഹൈറ്റ് ഓഫ് എംബാക്ക്മെന്റ് ഫോർ എ ഗിവൺ ഫ്ലഡ് ഡിസ്ചാർജ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഫ്ലഡ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ ആ ഫ്ലഡ് ഡിസ്ചാർജിനെ എങ്ങനെ നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ അവിടെ ആ കൊടുക്കുന്ന റിവർ ട്രെയിനിങ് മെഷേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഒന്ന് പറയാം. റിവർ ചാനൽ ഉണ്ടല്ലോ, ആ ചാനലിന് പാരലായിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു എംബാക്ക്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു ബണ്ട് പോലെ അപ്പുറം ഇപ്പുറം കിട്ടും. അപ്പോൾ ആ ബണ്ടിന്റെ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഫ്ലഡ് ഡിസ്ചാർജ് വരുമ്പം വാട്ടർ ലെവൽ കൂടും. ആ സമയത്ത് ആ ബണ്ടിന് ഹൈറ്റ് നല്ലതായിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ബണ്ടിനെയും ക്രോസ് ചെയ്ത് വെള്ളം എന്തായാലും പോകത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹൈറ്റ് എന്തുമാത്രം കൊടുക്കണം, അതിന്റെ അലൈൻമെന്റ് എങ്ങനെ ആയിരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്ലഡ് ഡിസ്ചാർജിന്റെ കേസിൽ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉള്ളതാണ് ഈ ഹൈ വാട്ടർ ട്രെയിനിങ്ങിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അടുത്തത് ലോ വാട്ടർ ട്രെയിനിങ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് ട്രെയിനിങ് ഫോർ ഡെപ്ത് എന്ന് കൂടെ പറയാം. ഓക്കെ, അപ്പോൾ ലോ വാട്ടർ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, ഡെപ്ത് ഓഫ് വാട്ടർ ലോ ആയിരിക്കും, അത് മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ ആ ഒരു റിവർ ചാനലിനെ ട്രെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻ ഓർഡർ ടു പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ഡെപ്ത് ഫോർ നാവിഗേഷൻ ഡ്യൂറിങ് ലോ സ്റ്റേജ് ഓഫ് റിവർ. അധികം ഡെപ്ത് ഇല്ലാത്തൊരു റിവർ ആണെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് നാവിഗേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡെപ്ത് ഓഫ് വാട്ടർ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കേസിൽ നോക്കുന്നത്. പിന്നെ ദിസ് ഇസ് അച്ചീവ്ഡ് ബൈ കോൺട്രാക്ഷൻ ഓഫ് ദി വിഡ്ത്ത് ഓഫ് ദി ചാനൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഡെപ്ത് സഫിഷ്യൻ്റ് ആകണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ആ റിവറിന്റെ വിഡ്ത്ത് ഉണ്ടല്ലോ, ആ വിഡ്ത്തിനെ ഇച്ചിരി കൊണ്ട് കോൺട്രാക്ട് ചെയ്യുക. ഇച്ചിരി ഒരു അമക്കി വെക്കുമ്പോഴേക്കും എന്താ പറ്റുന്നത്, വിഡ്ത്ത് കൂടിയുള്ള സാധനം ഒന്ന് അമക്കുമ്പോഴേക്കും വിഡ്ത്ത് കുറയുകയും എന്താണ് അവിടെ ഡെപ്ത് കൂടുകയും ചെയ്യും അല്ലേ. അപ്പൊ വാട്ടർ അത്രയും വിഡ്ത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന വാട്ടർ ആ പോർഷൻ കൂടെ തന്നെ പോകും. അപ്പൊ എന്താണ് അതിന്റെ സ്വാഭാവികമായിട്ട് അതിന്റെ ഡെപ്ത് അങ്ങ് കൂടും. അങ്ങനെ നമുക്ക് ആ ഒരു ലോ സ്റ്റേജ് ആയിട്ടുള്ള, സ്റ്റേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെപ്ത് ഓഫ് വാട്ടർ ആണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പം ലോ സ്റ്റേജ് ഓഫ് റിവർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പോർഷന് നമുക്ക് അവിടുത്തെ വിഡ്ത്ത് അങ്ങോട്ട് നമ്മൾ ഇച്ചിരി കോൺട്രാക്ട് ചെയ്യും, ഒന്ന് അമക്കി വെച്ചാൽ എന്താണ് അവിടെ ഡെപ്ത് സ്വാഭാവികമായിട്ട് അവിടെ കൂടും. അങ്ങനെ അത് നമുക്ക് നാവിഗേഷന് വേണ്ടി യൂസ് ചെയ്യാം. അതാണ് സെക്കൻഡ് വൺ. ഇനി മൂന്നാമതാണ് മീൻ വാട്ടർ ട്രെയിനിങ്, അല്ലെങ്കിൽ ട്രെയിനിങ് ഫോർ സെഡിമെന്റ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്താണ് ട്രെയിൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ റിവർ ബെഡിനെ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് കോൺഫിഗറേഷൻ കൊടുക്കാം, സോ ദാറ്റ് അവിടെ ഈ ഒരു സെഡിമെന്റ് ഒക്കെ വരുന്നതിനെ എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം എന്തായാലും വാട്ടർ ഫ്ലോനോട് സെഡിമെന്റ്സ് കാണും. അപ്പം അതിനെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം, അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പോയിട്ട് അത് ഡിസ്പോസ് ആകാതെ അതിനെ എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം. അതിനനുസരിച്ച് അപ്പം നമ്മൾ റിവർ ബെഡിന്റെ കോൺഫിഗറേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ആ കാര്യങ്ങളാണ് ഈ മീൻ വാട്ടർ ട്രെയിനിങ്ങിൽ. അപ്പോൾ ഇവിടെ വാട്ടറിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഹൈയും അല്ല ലോവും അല്ല, ഒരു മീൻ ലെവലിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഈ ഒരു മെഷർ വഴി നമുക്ക് ചാനലിന്റെ ഷേപ്പും ഗുഡായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ നേരത്തെ പറഞ്ഞ രണ്ടെണ്ണത്തിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് പറയുന്നത് ഈ മീൻ വാട്ടർ ട്രെയിനിങ് ആണ്. നേരത്തെ പറഞ്ഞ ഹൈ വാട്ടറും ലോ വാട്ടറും മീൻ വാട്ടർ ട്രെയിനിങ് എടുത്തത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് പറയുന്നത് മീൻ വാട്ടർ ട്രെയിനിങ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ഹൈ അതുപോലെ തന്നെ ലോ വാട്ടർ ട്രെയിനിങ്ങിൻ്റെയും ഒരു ബേസിസ് എന്ന് പറയുന്നത് മീൻ വാട്ടർ ട്രെയിനിങ് നിന്നാണ് മറ്റു രണ്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിന്റെ റീസൺ എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ പറയാം. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹൈ വാട്ടർ ട്രെയിനിങ് എന്ന് പറയുന്നത് അവിടെ ഡിസ്ചാർജിനെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ആ പേരിൽ നിന്ന് കിട്ടും. ലോ വാട്ടർ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അവരുടെ ഡെപ്ത് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. എങ്ങനെയാണ് കോൺട്രാക്ഷൻ ഓഫ് വിഡ്ത്ത് വരും. പിന്നെ മീൻ വാട്ടർ ട്രെയിനിങ്ങിൽ നമുക്ക് എങ്ങനെ സെഡിമെന്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് റിവർ ബെഡിന്റെ കോൺഫിഗറേഷൻ കറക്റ്റ് ആക്കുകയും വേണം. ഷേപ്പ് അതനുസരിച്ച് ആ ഒരു കോൺഫിഗറേഷൻ കറക്റ്റ് ആകുമ്പോൾ ഷേപ്പും ശരിയാവും. പിന്നെ ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് പറയുന്നത് മീൻ വാട്ടർ ട്രെയിനിങ് ആണ്. പിന്നെ അതാണ് മറ്റു രണ്ടെണ്ണത്തിൻ്റെയും ബേസിസ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ,
അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ റിവർ ട്രെയിനിങ് വർക്ക് കൊണ്ട് നമ്മൾ എന്താണ് അഡോപ്റ്റ് ചെയ്യുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്, റിവറിൻ്റെ ക്രോസ് സെക്ഷനിൽ ഓൾട്ടറേഷൻ കൊണ്ടുവരിക, ചേഞ്ച് കൊണ്ടുവരിക. ചിലപ്പം നേരത്തെ ഈ ഒരു റിവർ ട്രെയിനിങ് കൊടുക്കുന്നതിന് മുന്നേ അത് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചാനൽ, അതിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ ഡെപ്ത് എന്നൊക്കെ പറയുന്നത് നമുക്ക് സഫീഷ്യൻ്റ് ആയിരിക്കില്ല. അങ്ങനത്തെ കേസിൽ റിവർ ക്രോസ് സെക്ഷനെ ഓൾട്ടർ ചെയ്യിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശ്യം. പിന്നെ അലൈൻമെൻറ്റ് മസ്റ്റ് ഒബ്വിയസ്ലി ബി ഡിസൈൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റേജ് ഓഫ് റിവർ. അതുപോലെ തന്നെ അവിടുത്തെ റിവറിൻ്റെ ആ ഒരു വാട്ടർ ഹൈറ്റ് ഉണ്ടല്ലോ, അതനുസരിച്ചായിരിക്കണം നമ്മൾ അവിടുത്തെ അലൈൻമെൻറ്റും ശരിയാക്കുന്നത്. ഇതെല്ലാം കറക്റ്റായി മാത്രമേ അവിടുത്തെ സെഡിമെൻറ്റിൻ്റെ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മാക്സിമം ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും കണക്റ്റഡ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞ ഫസ്റ്റ് ഹൈ വാട്ടർ ട്രെയിനിങ്ങിൽ എന്താണ് ഡിസ്ചാർജിൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. ആ ഡിസ്ചാർജിൻ്റെ കാര്യം അല്ലെങ്കിൽ ഡിസ്ചാർജ് ഹൈ ആയിരിക്കുമ്പോൾ എന്താണ്, അതിനകത്ത് കുറേ സെഡിമെൻറ്റ്സ് കാണും. ആ സെഡിമെൻറ്റ്സ് കറക്റ്റായിട്ട് ട്രാൻസ്പോർട്ടായി പോകണമെങ്കിൽ അവിടുത്തെ ഡെപ്ത് ഓഫ് വാട്ടർ സഫീഷ്യൻ്റ് ആയിരിക്കണം. സഫീഷ്യൻ്റ് ആകണമെങ്കിൽ അവിടുത്തെ അലൈൻമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇതെല്ലാം നടക്കുന്നത് എപ്പോഴാണ്, ഒരു വാട്ടർ ലെവൽ എന്ന് പറയുന്നത് മീൻ വാട്ടർ ലെവൽ ആയിരിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പം ഇതാണ് മീൻ വാട്ടർ ലെവൽ ആയിരിക്കുമ്പോഴാണ് ഈ ഒരു 3 കേസും കണക്റ്റഡ് ആയിട്ട് വരുന്നത്. ഇനി ഹൈ സ്റ്റേജ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹൈ വാട്ടർ ലെവൽ അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടാകുന്ന ടൈം ആണെങ്കിൽ അവിടെ എന്താണ്, റിവർ എന്ന് പറയുമ്പോൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ഭയങ്കരമായിട്ട് വെള്ളം ഫ്ലോ ഒക്കെ ഉണ്ട്. പക്ഷെ അതെന്ന് പറയുന്നത് അങ്ങ് ലോങ് ഡ്യൂറേഷൻ അങ്ങനെ തന്നെ ആയിരിക്കും, ഇല്ല, കുറച്ച് നേരത്തേക്കായിരിക്കും ഈ ഒരു റിവർ ആക്റ്റീവായിട്ടിരിക്കുന്നത്. കാരണം അവിടെ ആ ടൈം മാത്രമേ ഫ്ലഡ് ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും ആ ഒരു കേസ്. പക്ഷെ ആ ടൈമിൽ അത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഇനി ലോ സ്റ്റേജ് ആണെങ്കിൽ അവിടെ റിവർ അത്രയും ആക്റ്റീവ് ആയിരിക്കില്ല, പക്ഷേ അത് കുറച്ചും കൂടെ നേരം ആ ഒരു സെയിം കേസ് തന്നെ കുറച്ച് ലോങ് ഡ്യൂറേഷനിൽ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതല്ല ഇനി മാക്സിമം ബെഡ് ബിൽഡിംഗ് സ്റ്റേജ് എന്നൊരു കേസുണ്ട്. അതെന്ന് പറയുന്നത് കൂടുതലും ഈ മീൻ വാട്ടർ ലെവലിൽ ആ ടൈമിലാണ് ഉണ്ടാകുന്നത്. നമ്മുടെ റിവർ ബെഡ് ഉണ്ടല്ലോ, അത് റിവർ ബെഡ് എങ്ങനെ നമുക്ക് കോൺഫിഗറേഷൻ കറക്റ്റ് ആക്കാൻ പറ്റും എന്നുള്ളതും അതിൻ്റെ ആ ഒരു ഡെപ്ത് ഓഫ് വാട്ടർ കറക്റ്റ് ആക്കാൻ പറ്റും എന്നുള്ളതും ഇതൊക്കെ മാക്സിമം ആകുന്നത് റിവറിലെ വാട്ടറിൻ്റെ ഡെപ്ത് മീൻ വാല്യൂ ആയിരിക്കും. ലോ അല്ല, ഹൈ വാട്ടർ ലെവലും അല്ല, ഒരു മീൻ വാട്ടർ ലെവൽ ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഈ 2 കേസും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതൊക്കെയാണ്, ബെഡിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, റിവർ ചാനലിലുള്ള റിവർ ബെഡിൻ്റെ കോൺഫിഗറേഷൻ കറക്റ്റ് ആക്കാൻ പറ്റുന്നതും വാട്ടർ ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ മീൻ വാട്ടർ ലെവൽ ആയിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് 3 എണ്ണത്തിൽ മീൻ വാട്ടർ ട്രെയിനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ അപ്പം ഈ മീൻ വാട്ടർ ട്രെയിനിങ് ആയിരിക്കും മറ്റ് ഹൈയുടെയും ലോ വാട്ടർ ട്രെയിനിങ്ങിൻ്റെയും ബേസിസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്, മെത്തേഡ്സ് ഓർ ടൈപ്സ് ഓഫ് റിവർ ട്രെയിനിങ് വർക്ക്സ്. ഓക്കെ, അപ്പം ചിലപ്പോൾ എക്സാമിന് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിവർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറയും, ചിലപ്പോൾ അത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് റിവർ ട്രെയിനിങ് വർക്ക്സ് എന്ന് ഉദ്ദേശിക്കും. രണ്ടും ഒന്നാണ്. ഓക്കെ, അപ്പം മെയിൻലി 6 എണ്ണം ഉണ്ട്. ഒന്ന് മാർജിനൽ എംബാക്ക്മെൻറ്റ് ഓർ ലെവീസ്, രണ്ടാമത്തത് ഗൈഡ് ബാങ്ക് ഓർ ഗൈഡ് ബണ്ട്, പിന്നെ മൂന്നാമത്തത് ഗ്രയോൺസ് ഓർ സ്പർ, നാലാമത്തത് കട്ട് ഓഫ്സ്, അഞ്ചാമത്തത് പിഷ്ഡ് ഐലൻഡ്സ്, ആറാമത്തത് പിച്ചിങ് ഓഫ് ബാങ്ക്സ് ആൻഡ് പ്രൊവിഷൻ ഓഫ് ലൗഞ്ചിങ് അപ്രോൺസ്. ഓക്കെ, ഇതിലെ ആദ്യത്തെ 2 എണ്ണം നമുക്ക് ഇന്ന് നോക്കാം, ബാക്കി അടുത്ത ദിവസം നോക്കാം. അതിലെ മാർജിനൽ എംബാക്ക്മെന്റ് അല്ലെങ്കിൽ ലെവീസ് എന്താ നോക്കാം. ഓക്കെ, അപ്പം ലെവീസ് എന്ന് പറഞ്ഞാൽ എർത്തൻ എംബാക്ക്മെന്റ് ആണ്. ഓക്കെ, അത് ആദ്യമേ മനസ്സിൽ വെക്കുക, എർത്തൻ എംബാക്ക്മെന്റ് ആണ്. അപ്പം സോയിലൊക്കെ വെച്ചിട്ടൊക്കെ തന്നെയുള്ള ഒരു ബണ്ട്. എംബാക്ക്മെന്റ് എന്നുകൊണ്ട് നിങ്ങൾക്ക് എംബാക്ക്മെന്റിന്റെ കറക്റ്റ് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ഒരു ബണ്ട് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പം ലെവീസ് അല്ലെങ്കിൽ എംബാക്ക്മെന്റ് ഇവിടത്തേത് എർത്തൻ ആയിരിക്കും, മണ്ണ് വെച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കും. വിച്ച് ആർ പ്രൊവൈഡഡ് ടു കൺഫൈൻ ദി ഫ്ലഡ് വാട്ടർ ഓഫ് ദി റിവർ. ഓക്കെ, അപ്പം റിവറിൽ ഫ്ലഡ് വാട്ടർ എന്ന് പറയുമ്പോൾ ഹൈ ആയിട്ട് വാട്ടർ വരുന്ന സമയത്ത് വെള്ളത്തിനെ ഒന്ന് കൺഫൈൻ ചെയ്യാൻ വേണ്ടി, ഓക്കെ, ഇന്ന പോർഷന് മാത്രം ഇടുന്നാൽ മതി, അതിനപ്പുറം കവിഞ്ഞൊഴുകണ്ട എന്നൊരു കാര്യം നമ്മൾ മനസ്സിലുണ്ട്. അപ്പോൾ അതനുസരിച്ച് അങ്ങനെ കൺഫൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ലെവീസ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് റഫ്ലി പാരലൽ ടു ദി റിവർ. ഓക്കെ, നമ്മുടെ റിവർ ചാനൽ എങ്ങനെയാണോ അതിന് പാരലായിട്ട് തന്നെ ആയിരിക്കും നമ്മളിത് കൊടുക്കുന്നത്, അല്ലാതെ അക്രോസ് ആയിട്ടൊന്നുമല്ല, റിവർ ചാനലിന് പാരലായിട്ട് തന്നെ. ദസ് പ്രിവെന്റ് ദ സ്പ്രെഡിങ് ഓഫ് ഫ്ലഡ് ബിയോണ്ട് ദി മാർജിനൽ എംബാക്ക്മെന്റ്. അങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലഡിന്റെ വാട്ടർ ഹൈ വാട്ടർ ലെവൽ അതിൽ കൂടുതൽ വന്നാൽ പോലും പുറത്തോട്ട് ചാടാതെ, എന്ന് വെച്ചാൽ അപ്പുറം ഇപ്പുറം ഉള്ള ലാൻഡിലോട്ട് പോകാതെ അതിനുള്ളിൽ തന്നെ നിൽക്കണം. അതനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഒരു സംഭവം കൊടുക്കുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ കണ്ടേ, ഇതാണ് റിവറിന്റെ ഫ്ലോ അങ്ങോട്ടാണ്. അപ്പോൾ ഇപ്പുറം ഈ സൈഡും പിന്നെ അതുപോലെ തന്നെ
ഓക്കെ, റിവർ ചാനൽ ഇങ്ങനെയാണ്. അപ്പം ഈ സൈഡിലും അതിൻ്റെ അപ്പുറത്തെ സൈഡിലും അങ്ങനെ പാരലായിട്ട് റിവർ ചാനൽ ആയിട്ട് അലോങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത് മാർജിനൽ എംബാങ്ക്മെന്റ് അല്ലെങ്കിൽ ലെവീസ് എന്ന് പറയുന്നത്. എന്തോ ഈ പോർഷൻ ഇത്രയും നമ്മൾ കൊടുക്കും. പിന്നെ ഇതിനിപ്പുറം റോഡാണ്. ഓക്കെ, അപ്പം എത്ര ഇതിൽ വെള്ളം വന്നാലും ഇതിൻ്റെ ഈ ഒരു ലെവലൊക്കെ വരെയൊക്കെ വരത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ സംഭവം ഡിസൈൻ ചെയ്യുന്നത്. ഇനിയും എഫക്ട്സ് ഓഫ് മാർജിനൽ എംബാങ്ക്മെന്റ് ഓൺ ദി ഫ്ലഡഡ് റിവർ. ഫ്ലഡഡ് ആയിട്ടുള്ള റിവറിൽ ഈ ഒരു മാർജിനൽ എംബാങ്ക്മെന്റ് വെച്ചാലുള്ള അതിന്റെ എഫക്റ്റ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, ഇൻക്രീസ് ഇൻ ദി ഇന്റൻസിറ്റി ഓഫ് ഫ്ലഡ് വാട്ടർ ടു മൂവ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, ആ റിവറിൽ ഫ്ലഡ് വന്നു. ഓക്കെ, ആ ടൈമിൽ നമ്മളിങ്ങനെ മാർജിനൽ എംബാങ്ക്മെന്റും കൂടെ അവിടെ ഉണ്ടെങ്കിൽ ഈ ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഡൗൺ സ്ട്രീം, വെള്ളം ഒഴുകി വരുന്ന ആ സ്റ്റാർട്ടിംഗ് പോർഷൻ അപ് സ്ട്രീം എന്നും അത് ചെന്നെത്തുന്ന ആ പോർഷനെ ഡൗൺ സ്ട്രീം എന്നല്ല പറയുന്നത്. അപ്പോൾ ഡൗൺ സ്ട്രീമിലോട്ടുള്ള ഫ്ലഡ് വാട്ടറിന്റെ ഇന്റൻസിറ്റി എന്താവും, കൂടും അല്ലേ. കാരണം ആ ഒരു ഈ ലെവീസ് എന്ന് പറയുന്നത് നമ്മൾ ആ റിവറിനെ ഫുള്ള് എലോങ് അങ്ങ് മൊത്തത്തിൽ നമ്മൾ കൊടുക്കത്തൊന്നുമില്ല. ഈ ഫ്ലഡ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഏരിയയുടെ അവിടെ മാത്രമേ നമ്മളിങ്ങനെ ഈ എംബാങ്ക്മെന്റ് കൊടുക്കത്തുള്ളൂ. കാരണം അത്രയും ലെന്തിൽ കൊടുക്കുക എന്ന് പറയുന്നത്, ഒരു റിവറിന്റെ ഫുൾ ലെന്തിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഒന്നും എക്കണോമിക്കലായിരിക്കില്ല. ഈ ആ റിവർ കവിഞ്ഞൊഴുകാനൊക്കെ എപ്പോഴും ചാൻസ് ഉള്ള ഏരിയാസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനത്തെ ഏരിയയിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ ബണ്ട് അല്ലെങ്കിൽ ലെവീസ് കൊടുക്കുന്നത്. അങ്ങനെ അപ്പം ഈ ബണ്ടുള്ള പോർഷനിൽ ഭയങ്കരമായിട്ട് ഈ ഫ്ലഡ് വാട്ടർ വരുമ്പം എന്താ പറ്റുന്നത്, അവിടെ ആ ഒരു പോർഷൻ ആകുമ്പോഴേക്കും അതിന്റെ ഇന്റൻസിറ്റി അങ്ങ് ഭയങ്കര കൂടുതലായി, ഭയങ്കര ഒഴുക്കായിരിക്കും ആ ഒരു പോർഷനിൽ. കാരണം എന്താ, അവിടെ വരുമ്പോഴേക്കും ആ റിവറിന്റെ ഒരു വിട്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കുറഞ്ഞല്ലേ, ഈ ഒരു ലെവി വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ വിട്ട് കുറയും. വിട്ട് കുറയുമ്പോൾ എന്താണ്, വെള്ളം ഉള്ള അത്രയും പോർഷനിൽ കൂടെ തന്നെ വെള്ളത്തിന് പോകേണ്ടി വരും. അപ്പോൾ അവിടെ ഇന്റൻസിറ്റി കൂടും. ഓക്കെ, രണ്ടാമത്തത്, ഇൻക്രീസ് ഇൻ ദി സർഫസ് എലിവേഷൻ ഡ്യൂറിങ് ഫ്ലഡ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ആ ഫ്ലഡ് വരുന്ന സമയത്ത് ലെവീസ് കൊടുക്കുന്നതിൻ്റെ അവിടെയൊക്കെ എന്താണ്, വാട്ടറിന്റെ ഡെപ്ത് കൂടും, ആ എലിവേഷൻ ഇച്ചിരി കൂടും, അത്രേ ഉള്ളൂ. പിന്നെ ഇൻക്രീസ് ഇൻ ദി മാക്സിമം ഡിസ്ചാർജ് അറ്റ് ഓൾ ദി ഡൗൺ സ്ട്രീം പോയിന്റ്സ്. D⁻S എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൗൺ സ്ട്രീം എന്നാണ് കേട്ടോ, ഡൗൺ സ്ട്രീം. ഓക്കെ, അപ്പം ഡൗൺ സ്ട്രീമിൽ എല്ലാ പോയിന്റിലും നമ്മൾ നോക്കിയാൽ അവിടെ ഡിസ്ചാർജ് കൂടുതലായിരിക്കും. കാരണം ഭയങ്കര ഒഴുക്കിലാണ് വെള്ളം വരുന്നത്. ഈ ഒരു ലെവീസ് കഴിഞ്ഞാൽ പിന്നെ അത്രയും വിട്ട് കുറഞ്ഞുള്ള പോർഷനിൽ കൂടെ വെള്ളം ഒഴുകിയിട്ട് പിന്നെ അപ്പം നല്ല ഡിസ്ചാർജിലായിരിക്കും വരുന്നത്, മാക്സിമം ഡിസ്ചാർജിലായിരിക്കും. അടുത്തത്, ഡിക്രീസ് ദി വാട്ടർ സർഫസ് സ്ലോപ്പ് ഓഫ് ദി സ്ട്രീം ഓഫ് അപ്സ്ട്രീം ലെവീഡ് പോർഷൻ. ഓക്കെ, ഈ വാട്ടർ സ്ട്രീം അല്ലെങ്കിൽ റിവറിന്റെ നമ്മളൊരു ചെറിയ സ്ലോപ്പിലായിരിക്കും നമ്മൾ എപ്പോഴും റിവറൊക്കെ ഒഴുകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ലെവീസ് നമ്മൾ അപ്സ്ട്രീം പോർഷനിൽ ലെവീസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ വരുന്നത്, ഈ സ്ലോപ്പ് അങ്ങ് ഇച്ചിരി കുറയും. നേരത്തെ ഉണ്ടായിരുന്ന സ്ലോപ്പ്, റിവർ ബാങ്കിൽ ഉണ്ടായിരുന്ന സ്ലോപ്പ് ലെവീസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ലോപ്പ് ഇച്ചിരി റെഡ്യൂസ് ആവും അപ്സ്ട്രീം സൈഡിൽ. പക്ഷെ ഡൗൺ സ്ട്രീം സൈഡിൽ വരുമ്പോൾ ആ ഒരു കേസ് ഇല്ല, അതിനകത്ത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ഡൗൺ സ്ട്രീം സൈഡിലോട്ട് ആ ഒരു ആ വരുന്ന സ്പീഡ് അനുസരിച്ച് അങ്ങ് ഒഴുകി പൊക്കോളും. പക്ഷേ അപ്സ്ട്രീം സൈഡ് എന്ന് വെച്ചാൽ റിവർ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനിൽ ഈ നമ്മൾ ഈ ഒരു ലെവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ വാട്ടറിന്റെ സ്ലോപ്പ് ഇച്ചിരി കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെലോസിറ്റി ഓഫ് ഫ്ലോ ആൻഡ് സ്കോറിംഗ് ആക്ഷൻ ബിറ്റ്വീൻ മാർജിനൽ ബണ്ട് ഈസ് ഇൻക്രീസ്ഡ്. പിന്നെ ആ മാർജിനൽ ലെവീസ് അല്ലെങ്കിൽ ബണ്ട് കൊടുക്കുന്ന സ്ഥലത്തൊക്കെ വെലോസിറ്റി ഓഫ് ഫ്ലോ കൂടുതലായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് എന്തായാലും വെലോസിറ്റിയും കൂടുമല്ലോ. പിന്നെ സ്കോറിംഗ് ആക്ഷൻ എന്ന് വെച്ചാൽ അവിടുത്തെ പോർഷന് ഭയങ്കരമായിട്ട് ടർബുലന്റ് ആണെങ്കിൽ റാപ്പിഡ് ആയിട്ടായിരിക്കും വെള്ളം പോകുന്നത്. അപ്പം എന്താണ്, അവിടത്തെ പോർഷനിൽ സ്കോറിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനെ മണ്ണിടിഞ്ഞിടിഞ്ഞ് പോകുന്നതിനെയാണ് സ്കോറിംഗ് എന്ന് പറയുന്നത്. ആ നല്ല വെള്ളത്തിന്റെ ആ ഒരു സ്പീഡ് വരുന്നുണ്ട്, ആ തിട്ടയിൽ ഇടിച്ചിടിച്ച് വരുമ്പോൾ എന്താണ്, മണ്ണും കൂടി ഇടിഞ്ഞിടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ആ ഒരു എംബാങ്ക്മെന്റിന്റെ. അതൊരു എഫക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത്, ഡിസൈൻ ഫീച്ചേഴ്സ് ഓഫ് മാർജിനൽ ബണ്ട്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെറുതായിട്ട് എന്തൊക്കെ മനസ്സിലാക്കി വെക്കണം എന്നുള്ളത് നോക്കാം. അപ്പം ഈ ഒരു ഫിഗർ നിങ്ങൾ മനസ്സിൽ വെക്കുക. സെക്ഷൻ ഓഫ് എ ലെവിയാണ്, സെക്ഷൻ വ്യൂ ആണേ, സെക്ഷൻ വ്യൂ. ഓക്കെ, അപ്പോൾ ഈ സൈഡിലാണ് നമ്മുടെ റിവർ പോകുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ലെവി അല്ലെങ്കിൽ എംബാങ്ക്മെന്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തത് സ്പേസിങ് ആൻഡ് ഹൈറ്റ്. ഓക്കെ, ബോത്ത് ഓഫ് ദീസ് എലമെന്റ്സ് ആർ ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ഇന്റർഡിപെൻഡന്റ്. ഇഫ് ലെവീസ് ആർ ലൊക്കേറ്റഡ് ക്ലോസർ ദെയർ ഹൈറ്റ് ഹാസ് ടു ബി മോർ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ലെവീസ് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ലെന്ത് എലോങ് ആയിട്ടൊന്നും കൊടുക്കത്തില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്കേ കൊടുക്കത്തുള്ളൂ ഈ ഫ്ലഡ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള സ്ഥലത്ത്. ഓക്കെ, അപ്പം അങ്ങനെ കൊടുക്കുന്ന ലെവീസ് എന്ന് പറയുന്നത് അടുത്തടുത്താണെങ്കിൽ അതിന്റെ ഹൈറ്റ് കൂടുതലായിരിക്കണം. ഓക്കെ, ഇഫ് ദി ലെവീസ് ആർ ലൊക്കേറ്റഡ് ക്ലോസർ ദെയർ ഹൈറ്റ്
ഈസ് ടു ബി മോർ. ഹൈറ്റ് നമ്മൾ ഒരു ഹൈറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് മോർ ഹൈറ്റ് ആയിരിക്കണം. ഇനി അതല്ല റിവേഴ്സ് കേസ് ആണെങ്കിൽ എന്ന് വെച്ചാൽ ലെവീസ് എന്ന് പറയുന്നത് ദൂരെ ആണെങ്കിൽ അവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൊടുത്താൽ മതി. ഹൈറ്റ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. രണ്ടും റിലേറ്റഡ് ആണ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിലേഷൻ ആണേ ഉള്ളൂ. ലെവീസ് ക്ലോസർ ആണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മോർ ആയിരിക്കണം, അതിൻ്റെ മൊത്തത്തിലുള്ള ഹൈറ്റ്. ഇനി അതല്ല അതിൻ്റെ ഓപ്പോസിറ്റ് കേസ് ആയിട്ടുള്ളത് ലെവീസ് എപ്പാർട്ടാണ്, ദൂരെ ആണെങ്കിൽ അവിടെ ഹൈറ്റും കുറവായിരിക്കണം. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് 1 meter to 1.25 meter ഫ്രീ ബോർഡ് ഷുഡ് ബി പ്രൊവൈഡഡ് ഓവർ HFL എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈ ഫ്ലഡ് ലെവൽ. അപ്പം ആ ഒരു റിവറിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഫ്ലഡ് ലെവൽ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ഹൈ വാല്യൂ എന്ന് വെച്ചാൽ ആ ഒരു വാല്യൂനേക്കാളും കൂടുതൽ വരാറില്ല, അങ്ങനത്തെ ഒരു ലെവലുണ്ട്. നമ്മൾ പറയും ഹൈ വാട്ടർ ലെവൽ, ലോ വാട്ടർ ലെവൽ. അതുപോലെ തന്നെ ഫ്ലഡ് ലെവലിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഹൈ ഫ്ലഡ് ലെവലാണ് HFL എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം HFLനേക്കാളും 1 meter തൊട്ട് 1.25 meter വരെ അതിന് ഫ്രീ ബോർഡ് കൊടുക്കണം. ഈ ഫിഗറിൽ കാണിക്കുന്നത് ഇതാണ്, ഈ വാട്ടറിന്റെ ലെവലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അവിടെ നിന്ന് ഈ എംബാക്ക്മെന്റിന്റെ ഹൈറ്റിലോട്ട് മേലോട്ട് 1 തൊട്ട് 1.25 meter പൊങ്ങിയിട്ട് വേണം എന്തിരിക്കണം, നമ്മുടെ ഈ ഒരു ലെവി ഇരിക്കാൻ. എന്നാലല്ലേ ഇതുകൊണ്ടൊരു കാര്യമുള്ളൂ അല്ലേ. ഈ ഒരു എംബാക്ക്മെന്റ് കൊണ്ട് ഒരു ഗുണമുള്ളത് എപ്പോഴാണ്, ഈ ഒരു ഹൈറ്റ് ഇമ്പ്രൂവ് ആയിട്ട് ഇരുന്നാലല്ലേ ഉള്ളൂ. ഓക്കെ, അതാണ് സ്പേസിങ് അതിന്റെ ഹൈറ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തത് ടോപ്പ് വിഡ്ത്ത്. അപ്പം മിനിമം ടോപ്പ് വിഡ്ത്ത് ഷുഡ് ബി 3 meter. അപ്പോൾ നമ്മളിങ്ങനെ എംബാക്ക്മെന്റ് കൊടുക്കുമ്പോഴേ ഇങ്ങനെ ഒരു വിഡ്ത്ത് കൊടുക്കും. ആ വിഡ്ത്ത് എന്ന് പറയുന്നത് മിനിമം 3 meter ആയിരിക്കണം. 3 to 7 meter വരെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ സൈഡ് സ്ലോപ്പ്, അതിൽ ഇന്റേണൽ സൈഡ് സ്ലോപ്പ് മേ ബി 3:1 to 5:1. ഓക്കെ, ഇന്റേണൽ സൈഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളമുള്ള പോർഷനിലൂടെയുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് 3:1 തൊട്ട് 5:1 ആയിരിക്കണം. പിന്നെ പറയുന്നത് ഔട്ടർ സൈഡ് സ്ലോപ്പ് എന്ന് വെച്ചാൽ ഈ സൈഡ് സ്ലോപ്പ്, അത് 4:1 to 7:1 വരെ ആകാം. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് banquet or counter berms may be added on outer side to prevent sloughing of high banks by seepage. ഓക്കെ, banquet എന്ന് പറഞ്ഞൊരു പോർഷൻ, ഈ ഒരു പോർഷൻ കേട്ടോ. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ സ്ലോപ്പി ആയിട്ട് വന്നത്, പിന്നെ നമ്മൾ ഹൊറിസോണ്ടൽ ആക്കിയിട്ട് പിന്നെയും ആ സ്ലോപ്പ് കൊടുത്തു. ഓക്കെ, അങ്ങനെ കൊടുക്കണം എന്ന് നമ്മൾ ഔട്ടർ സൈഡിൽ അങ്ങനെ കൊടുക്കണം എന്നാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ എന്തായാലും ഇതൊരു എർത്തൻ എംബാക്ക്മെന്റ്, ഇതിനകത്തോടൊക്കെ ഈ ഒരു വെള്ളത്തിന്റെ പ്രസൻസ് വരികയും ആ സീപ്പേജ് ഉണ്ടാകുന്നതുകൊണ്ട് എന്താ പറ്റുന്നത്, സ്വാഭാവികമായിട്ടും കുറേ നാൾ കഴിയുമ്പം ഇതങ്ങ് ഇടിഞ്ഞു പോകാൻ, ഈ ഔട്ടർ സൈഡ് അങ്ങ് ഇടിഞ്ഞു പോകാൻ, സ്ലഫിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ റിമൂവ് ആയി പോകാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ സ്ലോപ്പ് ആയിട്ടിരിക്കുമ്പോഴാണ് അത് കൂടുതലും അങ്ങനെ ഒരു ഡേഞ്ചർ ഉണ്ടാകുന്നത്. അപ്പം അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഔട്ടർ സൈഡ് ഇച്ചിരി 6 to 9 meter ഇങ്ങനെ വിത്തിൽ കൊടുക്കും. അതിനെയാണ് ബാങ്ക്വേറ്റ് അല്ലെങ്കിൽ കൗണ്ടർ ബേംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ ബണ്ട്. ഓക്കെ, അപ്പം ഈ സ്ലൈഡിൽ ഞാൻ അധികം കൊടുത്തിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറേ അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. അപ്പം അതിലെ ഇമ്പോർട്ടൻറ്റ് വണ്ണാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുക്കണേ. കുറച്ച് പേരൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും, കോളേജിലൊന്ന് വന്നിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം ഇല്ലാത്തവർ ഫ്രണ്ട്സിനെ കാണുമ്പോഴേക്കും അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കുക. ഓക്കെ, PPT മാത്രം എടുത്തു വെച്ചുകൊണ്ടിരിക്കരുത്. യൂണിവേഴ്സിറ്റി എക്സാം ആകുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, യൂണിവേഴ്സിറ്റി എക്സാമിന് മിക്കപ്പോഴും ഞാൻ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊക്കെ എല്ലാം ആ പുന്മയുടെ ടെസ്റ്റോ അല്ലെങ്കിൽ SK ഗാർഗിൻ്റെ ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും പ്രോബ്ലംസ് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. പ്രോബ്ലംസ് എഴുതിയ കറക്റ്റ് ആണ് നമ്മൾ എഴുതുന്ന പ്രോബ്ലം എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കേണ്ട. കാരണം ആ പ്രോബ്ലത്തിന് അവർക്ക് ഫുൾ മാർക്ക് തന്നേ പറ്റും യൂണിവേഴ്സിറ്റി എക്സാം ആകുമ്പോൾ. തിയറി ആണെങ്കിലാണ് പിന്നെ എത്ര എഴുതിയാലും 10 മാർക്കിന് ക്വസ്റ്റ്യൻ എത്ര എഴുതിയാലും അവർ 8 or 9 അത് കൂടുതലൊന്നും തരത്തില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട് എഴുതിയെങ്കിലേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ മാക്സിമം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പം പുന്മയുടെ ടെസ്റ്റ് ഉണ്ട്, പിന്നെ SK ഗാർഗിൻ്റെ ഉണ്ട്. അപ്പം ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം എനിവേ അഡ്വാൻറ്റേജസിലോട്ട് പോകാം. അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ ബണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ റിവറിനെ ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുമല്ലേ ചെയ്യുന്നത്. അപ്പം വിത്തിനെ ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, അവിടെ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്യും. ഡെപ്ത് ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്താൽ നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, നാവിഗേഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇറ്റ് പ്രിവെൻറ്റ്സ് സബ്മേർജൻസ് ഓഫ് അഡ്ജോയിനിങ് ലാൻഡ് ഡ്യൂറിങ് ഫ്ലഡ്. ഓക്കെ, ഫ്ലഡിൻ്റെ സമയത്ത് അപ്പുറം ഇപ്പുറമുള്ള ലാൻഡ് സബ്മേർജ് ആകാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഇൻ പാർട്സ് ബട്ട് ദി എൻഡ് ഷുഡ് ബി വെൽ പ്രൊട്ടക്റ്റഡ്. ഓക്കെ, അപ്പം നമ്മളൊരു ലെവി കൊടുക്കുമ്പം
ഇപ്പോൾ ഒരു 10 മീറ്ററിന് ലെവീസ് കൊടുക്കുമ്പോൾ നമ്മൾ 10 മീറ്റർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പണിത് പോകത്തില്ല. നമുക്ക് വേണമെങ്കിൽ പാർട്ടായിട്ട് ഒന്നെങ്കിൽ ഒരു 2 മീറ്ററിൻ്റെ ആദ്യം കൺസ്ട്രക്ട് ചെയ്തു, പിന്നെ അതിൻ്റെ അപ്പുറേ പോയിട്ട് അതർ എൻഡിൽ പോയിട്ട് അവിടുത്തെ 2 മീറ്റർ കൺസ്ട്രക്ട് ചെയ്തു, പിന്നെ കുറച്ച് നാൾ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്കത്തെ പോർഷൻ കൺസ്ട്രക്ട് ചെയ്തു. എനിവേ കൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോൾ രണ്ടും കൂടെ ജോയിൻ ചെയ്യണം. പ്ലസ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പം 2 എൻഡും നല്ല വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വേണം കൺസ്ട്രക്ട് ചെയ്യാൻ. ഓക്കെ, അതാണ് മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റയടിക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ട, അത് പാർട്ടായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് റിവറിനൊക്കെ ഒരു ടെൻഡൻസി ഉണ്ട് ഇങ്ങനെ കോഴ്സ് അത് പോകുന്ന വഴി ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ, അതിൻ്റെ ആ ഫ്ലോ അനുസരിച്ച് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് റിവറിന്, അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു എംബാക്ക്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് ആ എംബാക്ക്മെൻറ്റിനുള്ളിൽ കൂടെ തന്നെ അത് പോകേണ്ടി വരും. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദർ ഈസ് റൈസ് ഇൻ ഹൈ ഫ്ലഡ് ലെവൽ. ഓക്കെ, അപ്പം ഈ ഫ്ലഡ് ലെവൽ ഉണ്ടല്ലോ, ഒരു മാർക്കിംഗ് ഉണ്ട്. ഈ ഒരു എംബാക്ക്മെന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഡെപ്ത് കൂടുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും, നമ്മൾ ആ വിത്ത് കുറയുമ്പം. അപ്പം എന്താണ്, അവിടുത്തെ ഹൈ വാട്ടർ ലെവലും ഇൻക്രീസ് ആകാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ വെള്ളം പൊങ്ങുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ഹൈറ്റിൽ അത് ഇൻക്രീസ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹെവി ആയിട്ടുള്ള മെയിൻ്റെനൻസ് വേണ്ടി വരും. ഇൻ കേസ് ഈ ഒരു എംബാക്ക്മെന്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്, മൊത്തത്തിൽ വെള്ളം എല്ലാം കൂടെ അപ്പുറം ഇപ്പുറം വന്ന് ആ ഏരിയ ഫുൾ വെള്ളമാവും. ലോ ലൈങ് ഏരിയ മൊത്തം വെള്ളമാവും, അവിടുത്തെ ലൈഫ് പ്രോപ്പർട്ടി ഒക്കെ ലോസ്റ്റ് ആവും. ഓക്കെ, പിന്നെ ഈസിലി ഇത് ഇറോഡഡ് ആണ്. കാരണം എർത്തൻ എംബാക്ക്മെന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കുറേ നാൾ കൊണ്ട് തന്നെ അതിന് ഇറോഷൻ നടക്കും. പിന്നെ പറയാനുള്ളത്, ഇവിടെ വാട്ടർ ലെവൽ, ആ റിവറിലെ വാട്ടർ ലെവൽ കൂടുന്നതനുസരിച്ച് അവിടുത്തെ സബ്സോയിലുള്ള വാട്ടർ ലെവലും കൂടും അല്ലേ. അപ്പോൾ എന്താണ്, മൊത്തത്തിൽ ആ സറൗണ്ടിങ് ഏരിയയിൽ മൊത്തം വാട്ടർ ലോക്ഡ് ഏരിയ ആണ്. എന്നുവെച്ചാൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ഏരിയ ആയി മാറും അത്. പിന്നെ പറയാനുള്ളത്, സ്പ്രെഡ് ഓഫ് സിൽട്ട് ഓൺ ദി ഏരിയ ഇസ് പ്രിവെന്റഡ്. ഓക്കെ, അപ്പം നമുക്കറിയാലോ ഈ റിവർ ഫ്ലഡ് സമയത്ത് ഇങ്ങനെ റിവറിൽ കൂടെ വരുന്ന വെള്ളത്തിനകത്ത് ഒത്തിരി സെഡിമെന്റ്സ് കാണും അല്ലെ, പല സ്ഥലത്തു നിന്ന് വരുന്നതായിരിക്കും. അപ്പൊ ഈ ഫ്ലോയിൽ കൂടെ പോകുമ്പം ആ ഒരു സെഡിമെന്റ്സിനകത്ത് എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിലും അതെല്ലാം അങ്ങ് ഫ്ലോ ആയി പോകും. ബാക്കി വരുന്ന ഈ മണ്ണ്, ഈ ഫ്ലഡ് പ്ലെയിൻ അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് വന്നിങ്ങനെ കവിഞ്ഞു കൂടുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ആ വരുന്ന സോയിൽ എന്ന് പറയുന്നത് ഭയങ്കര ഫെർട്ടൈൽ ആയിരിക്കും, കൾട്ടിവേഷനൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആണ്. അപ്പം നമ്മളിങ്ങനെ ഫ്ലഡ് വരാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ എംബാക്ക്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങനത്തെ ആ ഫെർട്ടൈൽ സോയിൽ കിട്ടത്തില്ല. കാരണം ഫെർട്ടൈൽ സോയിൽ കിട്ടുന്നത് ഫ്ലഡ് വരുമ്പം വെള്ളത്തിൽ നിന്ന് ഒഴുകി അത് അപ്പുറം ഇപ്പുറമായിട്ട് അഡ്ജോയിനിങ് ലാൻഡിലോട്ട് വീഴുന്നതായിരുന്നു. ഇതിപ്പം അങ്ങനെ നമ്മൾ കൊടുക്കുന്നില്ലല്ലോ, നമ്മൾ കൺഫൈൻ ചെയ്ത് വെച്ചിരിക്കുവാണ് ഫ്ലഡ് വരാത്ത രീതി തന്നെ, ഫ്ലഡിന്റെ എഫക്റ്റ് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി തന്നെ. അതുകൊണ്ട് അവിടെ ആ ഒരു സിൽട്ടിന്റെ സ്പ്രെഡ് അല്ലെങ്കിൽ ആ ഫെർട്ടൈൽ സോയിൽ കിട്ടുന്നത് കുറയും, അങ്ങനെ ഒട്ടും കിട്ടാതെ വരും. ഓക്കെ, അപ്പം ഈ പറഞ്ഞതാണ് ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും. ഇനി അടുത്തത് ഗൈഡ് ബാങ്ക് അല്ലെങ്കിൽ ഗൈഡ് ബണ്ട്. ഓക്കെ, അപ്പം ദേ ആർ മെയ്ഡ് ഫോർ ഗൈഡിങ് ദി സ്ട്രീം നിയർ എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിന്റെ അടുത്ത് നമുക്ക് എങ്ങനെ ഒരു സ്ട്രീമിനെ റിവറിനെ ഗൈഡ് ചെയ്യാൻ പറ്റും, അതിനാണ് നമ്മൾ ഗൈഡ് ബാങ്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് കൺഫൈൻസ് ഇറ്റ് ഇൻ എ റീസണബിൾ വിഡ്ത്ത് ഓഫ് ദി റിവർ. അപ്പം നമ്മൾ ആ റിവറിനെ റീസണബിൾ വിഡ്ത്തിലോട്ട് കൺഫൈൻ ചെയ്തെടുക്കുവാണ് ഈ ഒരു ഗൈഡ് ബാങ്ക് വരെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഇത് ഡിസൈൻ ചെയ്തത് ബെൽ എന്നൊരു ആളാണ്. ഓക്കെ, അപ്പം അന്നത്തെ കാലത്ത് ഇതിനെ ബെൽസ് ബണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ അത് വേറെ കുറെ ആൾക്കാർ വന്ന് അതിന് ഇംപ്രൂവ്മെന്റ് ഒക്കെ വന്നു. ഓക്കെ, പിന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഹെവിലി ബിൽഡ് എംബാക്ക്മെന്റ്. ഓക്കെ, ഈ ഒരു ഗൈഡ് ബാങ്ക് എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ളൊരു എംബാക്ക്മെന്റ് ആണ്. നേരത്തെ പറഞ്ഞ ആ ഒരു മാർജിനൽ എംബാക്ക്മെന്റിനേക്കാളും ഹെവി ആയിട്ടുള്ളൊരു എംബാക്ക്മെന്റ് ആയിരിക്കും ഗൈഡ് ബാങ്ക് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ ബെൽ മൗത്ത് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദി ചാനൽ. അപ്പം ബെൽ മൗത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഷേപ്പാണ്. ഓക്കെ, ചാനലിന്റെ 2 സൈഡിലും ആയിട്ട് നമുക്കിത് കൊടുക്കാറുണ്ട്. യൂഷ്വലി ഓൺലി വൺ എംബാക്ക്മെന്റ് ഇസ് റിക്വയർഡ് ഇഫ് ദി അതർ എൻഡ് ഓഫ് ദി ബാങ്ക് ഇസ് ഹൈ ആൻഡ് സ്റ്റേബിൾ. ഓക്കെ, നമുക്ക് ഈ 2 സൈഡിലും കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, പക്ഷെ മിക്കവാറും ഒരു സൈഡ് കൊടുത്താൽ മതി, മറ്റേ സൈഡ് നല്ല ഹൈ ആയിട്ട്, എന്നുവെച്ചാൽ അവിടുത്തെ റിവർ ബാങ്ക് ഇച്ചിരി പൊങ്ങിയതും നല്ല കട്ടിക്കുള്ളത് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ഉള്ള റിവർ ബാങ്ക് ആണെങ്കിൽ പിന്നെ മറ്റൊരു സൈഡ് മാത്രം നമുക്ക് ഗൈഡ് ബാങ്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ ഒരു എംബാക്ക്മെന്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇപ്പം നമുക്ക് ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യണം ഈ ഒരു റിവറിനെ ക്രോസ് ആയിട്ട്. അപ്പം ഈ ഒരു ലെന്തിൽ കൊടുക്കുക എന്ന് പറയുന്നത്, റിവറിന്റെ ഈ ഒരു ലെന്തിൽ കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്, ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാര്യം വിട്ട് കൂടുതലായിരിക്കും, അപ്പം അത്രയാണ് കോസ്റ്റ് വേണ്ടി വരും ആ ഒരു ലെന്തിൽ മൊത്തം വെക്കാൻ. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എവിടെയാണോ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് അവിടെ കൊണ്ട് നമ്മളിങ്ങനെ ഗൈഡ് ബാങ്ക് കൊടുക്കുക, അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ എംബാക്ക്മെന്റ് കൊടുത്തിട്ട് ഇതിന് അക്രോസ് ആയിട്ട് വെക്കുക. അപ്പോൾ എന്താണ്, അത്രയും വിട്ട് മതിയല്ലോ കൺസ്ട്രക്ട് ചെയ്യാൻ, അത്രയും വിട്ടിൽ കൂടെ കൺസ്ട്രക്ട് ചെയ്താൽ പോരെ. അതാണ് മെയിൻ ഉദ്ദേശം. ഓക്കെ,
അപ്പം പർപ്പസ് ഓഫ് ഗൈഡ് ബാങ്ക്സ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ദെയർ ലെന്ത് ഹാസ് ടു ബി റെഡ്യൂസ്ഡ്. അപ്പോൾ ആ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കുറയ്ക്കാൻ വേണ്ടി എന്താണ് ലെന്ത്, ഇപ്പോൾ ബ്രിഡ്ജ് വെക്കുവാണെങ്കിൽ അതിൻ്റെ ലെന്ത് കുറയ്ക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ലെന്ത് ഓഫ് ഡൈവേർഷൻ വർക്ക് ഈസ് കൺസ്ട്രെയിൻ. അപ്പോൾ അത് കൺസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ഗൈഡ് ബാങ്ക് യൂസ് ചെയ്യും, ആ ഒരു വിഡ്ത്ത് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, പിന്നെ എന്താണ്, ദേ കൺഫൈൻ ദി റിവർ വിത്തിൻ എ റീസണബിൾ വാട്ടർ വേ. പിന്നെ റിവറിനെ കുറച്ചുകൂടെ കൺഫൈൻ ചെയ്യും. ഓക്കെ, ഈ ഒരു പോർഷനിൽ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ കൺഫൈൻ ചെയ്യിക്കും. പിന്നെന്താ, ദേ ഡയറക്ട് ദി ഫ്ലോ ഇൻ സച്ച് എ മാനർ ദാറ്റ് ensures safe passage through the work. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു ഫ്ലോ ഉണ്ടല്ലോ, വാട്ടറിൻ്റെ ഫ്ലോ. ആ ഫ്ലോ നമ്മൾ കൺഫൈൻ ചെയ്യുന്നതിനോട് തന്നെ നമ്മൾ ആ വാട്ടർ ഫ്ലോയിനോട് മീൻസ് ഈ ഒരു ഡയറക്ഷനിൽ കൂടെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ആ ഒരു പോർഷനിൽ കൂടെ പാസ് ചെയ്ത് തന്നെ എഫക്റ്റീവ്ലി പോകണം എന്നൊരു ഉദ്ദേശം കൊണ്ടാണ്. സെയിം മറ്റേ ആ ഫ്ലഡിൻ്റെ സമയത്ത് ഫ്ലഡ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു എംബാക്ക്മെന്റ് കൊടുത്തല്ലോ, മാർജിനൽ എംബാക്ക്മെന്റ്. അതുപോലെ തന്നെ ഇവിടെയും പാസേജ് ഓഫ് വാട്ടർ സേഫ് ആയിട്ട് പോകാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു ഗൈഡ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ ഈ ഒരു ഗൈഡ് ബാങ്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഔട്ട് ഫ്ലാങ്കിങ് അല്ലെങ്കിൽ ഈ അപ്പുറത്തോട്ട് ഓവർഫ്ലോ ആകുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സെയിം ആ ഒരു ഡെപ്ത് ഇച്ചിരി പൊക്കിയിട്ടായിരിക്കും, വാട്ടർ ലെവലിനേക്കാൾ ഇച്ചിരി ഹൈറ്റ് കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ഗൈഡ് ബാങ്ക് കൊടുക്കുന്നത്. അപ്പം വാട്ടർ ലെവൽ ഇച്ചിരി ഇമ്പ്രൂവ് കൂടിയാലും വെള്ളം ഇതിനുള്ളിൽ തന്നെ നിന്നോളും, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്നും മീൻസ് അഡ്ജോയിനിങ് ലാൻഡിലോട്ടൊന്നും ഫ്ലഡ് ആകാത്ത രീതിയിൽ. ഓക്കെ, പിന്നെ ലാസ്റ്റ് വൺ, ദേ പ്രൊട്ടക്ട് അഡ്ജസ്റ്റന്റ് ലാൻഡ് ഫ്രം ബീങ് ഫ്ലഡഡ് ഡ്യൂ ടു ദി അഫ്ലക്സ് കോസ്ഡ് ബൈ ദി കൺസ്ട്രക്ഷൻ ഓഫ് വർക്ക് ഇൻ ദി റിവർ. ഓക്കെ, പിന്നെ ഇപ്പം ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താ, ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും റിവർ ഫ്ലോയിൽ. ആ റിവർ ഫ്ലോയിൽ അപ്പോൾ അങ്ങനെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായാൽ പോലും അഡ്ജോയിനിങ് ലാൻഡിൽ വെള്ളം കയറാത്ത രീതിയിൽ, ഫ്ലഡഡ് ആകാത്ത രീതിയിൽ വാട്ടർ കൊണ്ടുപോകാൻ വേണ്ടി ഈ ഒരു ഗൈഡ് ബാങ്ക് ഹെൽപ്പ് ചെയ്യും. അഫ്ലക്സ് എന്ന് അവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒബ്സ്ട്രക്ഷൻ ഫോർ ദി ഫ്ലോ ഓഫ് റിവർ എന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഡിസൈൻ ഫീച്ചേഴ്സ് ഓഫ് ഗൈഡ് ബാങ്ക്. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കാം. ദ അൾട്ടിമേറ്റ് വിത്ത് ടു വിച്ച് ആൻ അലൂവിയൽ റിവർ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് മേ ബി കമ്പ്യൂട്ടഡ് ഫ്രം ദ റിലേഷൻ. ഓക്കെ, അപ്പം നമ്മുടെ ഒരു റിവർ, ആ റിവറിനെ എന്തുമാത്രം വിത്തിൽ നമുക്കിങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. L = 4.75 √Q. ഓക്കെ, ഇവിടെ Q എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് മാക്സിമം ഡിസ്ചാർജ് ആണ് ക്യുമെക്കിലുള്ളതും. L എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദി ചാനൽ അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ദി റിവർ ചാനലിൻ്റെ ആ വിഡ്ത്ത് എന്തുമാത്രം റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അത് മീറ്ററിലായിരിക്കും കിട്ടുന്നത്, അതാണ് എല്ലിൻ്റെ വാല്യൂ. ഓക്കെ, വിഡ്ത്ത് ഓഫ് റിവർ ചാനൽ എന്തുമാത്രം റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ വിഡ്ത്ത്. ഇനി ഔട്ട് ഓഫ് ദിസ് ലെങ്ത് ഓഫ് അപ്സ്ട്രീം ഗൈഡ് ബാങ്ക് ഈസ് 1.25 L to 1.50 L. ഓക്കെ, ഇവിടെ കിട്ടുന്നൊരു എല്ലിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂവിൻ്റെ 1.25 ടൈംസ് തൊട്ട് 1.5 ടൈംസ് ആയിരിക്കും നമ്മൾ ആ ഗൈഡ് ബാങ്കിൻ്റെ അപ്സ്ട്രീം പോർഷനിൽ. ഇപ്പോൾ റിവർ വരുന്നതിൻ്റെ റിവറിൻ്റെ അപ്സ്ട്രീം പോർഷനിൽ ഗൈഡ് ബാങ്ക് വരും, പിന്നെ അത് തന്നെ ഡൗൺ സ്ട്രീം സൈഡിലോട്ട് വരുമല്ലോ. അപ്പോൾ അപ്സ്ട്രീം സൈഡിൽ അതിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് 1.25 L തൊട്ട് 1.5 L ആയിരിക്കണം. ഡൗൺ സ്ട്രീം സൈഡിൽ വരുമ്പോൾ അതിൻ്റെ ലെന്ത് 0.25 L ആണ്. ആ നേരത്തെ കിട്ടുന്ന എല്ലിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, അതിൻ്റെ ഇൻറ്റു 0.25 ടൈംസ് ആയിരിക്കും. ഓക്കെ, ഓക്കെ, ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയാൽ ലേ ഔട്ട് ഓഫ് ഗൈഡ് ബാങ്ക്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വരയ്ക്കാൻ പഠിക്കാം, സിമ്പിൾ ആണല്ലോ. ഓക്കെ, ഇപ്പം ഇങ്ങനെ കേർവ്ഡ് ഹെഡ് എന്നാണ് ഈ പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കേർവ്, അപ്പം ഇത്രയും കേർവ് ഇവിടെ ഇല്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. രണ്ട് സൈഡിലും അങ്ങനെ തന്നെ. താഴെ വരുമ്പോൾ അത്രയും ആ ഒരു റേഡിയസ് കുറവായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കർവേച്ചർ കുറവാണ്. ഓക്കെ, പിന്നെന്താണ്, ഇങ്ങനെയാണ് റിവർ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡ് എന്തായിരിക്കും, അപ്സ്ട്രീം സൈഡായിരിക്കും, ഇത് ഡൗൺ സ്ട്രീം സൈഡായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷനെ നമുക്ക് അപ്സ്ട്രീം കേർവ്ഡ് ഹെഡ് അല്ലെങ്കിൽ ഇംപ്രെഗ്നബിൾ ഹെഡ് എന്ന് പറയാം. ഈ പോർഷൻ ഡൗൺ സ്ട്രീം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡൗൺ സ്ട്രീം കേർവ്ഡ് ഹെഡ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ഈ ഒരു പോർഷൻ സ്ട്രെയിറ്റ് ആണല്ലോ, ഇതിനെ ഷാങ്ക് എന്ന് പറയാം. സ്ട്രെയിറ്റ് പോർഷൻ വിച്ച് ജോയിൻസ് ടു കേർവ് ഹെഡ്, ഈ രണ്ട് കേർവ് ഹെഡിനെ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് പോർഷൻ, അതിനെ ഷാങ്ക് എന്ന് പറയാം. പിന്നെ അല്ലാതെ കുറേ സ്ലോപ്പ്, ബെഡ് പ്രൊട്ടക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം മെയിൻ പാർട്സ് ഓഫ് ഗൈഡ് ബാങ്ക് എന്ന് പറയുന്നത് ഒന്ന് അപ്സ്ട്രീം കേർവ്ഡ് ഹെഡ്, പിന്നെ ഈ ഡൗൺ സ്ട്രീം കേർവ്ഡ് ഹെഡ്, പിന്നെ ഈ ഷാങ്ക്, അതുകൂടാതെ സ്ലോപ്പ് ആൻഡ് ബെഡ് പ്രൊട്ടക്ഷൻ. അത് നമ്മളല്ലാതെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഈ ഫിഗറിൽ അത് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് നോക്കണം. അപ്പം എന്താണ് ഇത്രയും മനസ്സിൽ വിചാരിക്കുക, ഈ പടം ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്.
റിവർ ഫ്ലോ ഇങ്ങനെയാണെന്നും മനസ്സിലാക്കുക. പിന്നെ നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡ് പറഞ്ഞില്ലായിരുന്നു, അപ്സ്ട്രീം സൈഡിലുള്ള ഗൈഡ് ബാങ്കിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് 1.25 ടൈംസ് തൊട്ട് 1.5 ടൈംസ് എല്ലായിരിക്കണം. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് അപ്സ്ട്രീം സൈഡിലുള്ള ഗൈഡ് ബാങ്ക്. ഡൗൺ സ്ട്രീം സൈഡിലുള്ള ഗൈഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാക്കി ഇത്രയും, അത് 0.25 L എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്സ്ട്രീം കേർവ്ഡ് ഹെഡ് അല്ലെങ്കിൽ ഇംപ്രഗ്നബിൾ ഹെഡിനെ പറ്റി നോക്കുവാണ്. ദ സെൻട്രൽ ആംഗിൾ വേരീസ് ഫ്രം 120 ഡിഗ്രി ടു 140 ഡിഗ്രി. ഓക്കെ, ഇപ്പം ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 തൊട്ട് 140 അല്ലെങ്കിൽ 145 ഡിഗ്രി വരെയൊക്കെ വേരി ചെയ്യും. പിന്നെ ദ വാല്യൂ ഓഫ് ആർ ക്യാൻ ബി ഒപ്റ്റെയിൻഡ് ബൈ ദി റിലേഷൻ ആർ ഈക്വൽ ടു 0.45 ഇൻറ്റു എൽ. എല്ലിൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഇക്വേഷൻ വെച്ച് നമുക്ക് എല്ലിൻ്റെ ഒരു ആൻസർ കിട്ടുമല്ലോ, അതിൻ്റെ 0.4 ടൈംസ് ആയിരിക്കും നമ്മൾ ഈ ഒരു കേർവ്ഡ് ഹെഡിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി അത് എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 150 തൊട്ട് 300 മീറ്റർ ആയിരിക്കും. ഓക്കെ, ആറിന്റെ വാല്യൂ എടുക്കുന്നത് ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് സംഭവം ഡിറൈവ് ആയി വന്നത്. ഓക്കെ, പിന്നെ ഇനി ഡൗൺ സ്ട്രീം കേർവ്ഡ് ഹെഡ്, ഈ താഴത്തെ കേർവ്ഡ് ഹെഡിന്റെ കാര്യം പറയുമ്പം അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് അപ്സ്ട്രീം കേർവ്ഡ് ഹെഡിന്റെ ഹാഫ് ആയിരിക്കും. അപ്സ്ട്രീം കേർവ്ഡ് ഹെഡിൽ കൊടുക്കുന്ന റേഡിയസിന്റെ പകുതി ആയിരിക്കണം. ഈസ് കെപ്റ്റ് ഹാഫ് ഓഫ് ദി അപ്സ്ട്രീം സൈഡിലുള്ള ഹെഡിന്റെ ഹാഫ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ടു 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ഈ വാല്യൂസ് പഠിച്ചാൽ തന്നെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി അത് യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പം ഇവിടെ മാർക്ക് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാനും പറ്റും. ഓക്കെ, 45 ടു 60, 120 ടു 140, പിന്നെ ഈ വാല്യൂ ഒക്കെ മാർക്കിങ്സ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഈ മാർക്കിങ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ ഫിഗറിൽ ഇതെന്ന് പറയുന്നതാണ് കേട്ടോ, ഇവിടെ ഒരു ബ്രിഡ്ജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാക്ക് അങ്ങനെ എന്തെങ്കിലും ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അപ്സ്ട്രീം സൈഡും ഡൗൺ സ്ട്രീം സൈഡിനെ പറ്റി, ആ കേർവ്ഡ് ഹെഡിനെ പറ്റി പറഞ്ഞു. ഇനിയും സെക്ഷൻ ഓഫ് ഗൈഡ് ബാങ്ക് അല്ലെങ്കിൽ ആ നടുക്കത്തെ ആ ഒരു ഷാങ്ക് പോർഷനെ പറ്റി പറയുവാണെങ്കിൽ, ദ ഷാങ്ക് ഓർ സ്ട്രെയിറ്റ് പോർഷൻ ഓഫ് ദി ബണ്ട് ഷുഡ് ഹാവ് 4 മീറ്റർ വൈഡ് ടോപ്പ്. എന്ന് വെച്ചാൽ ആ ഷാങ്ക് പോർഷൻ, ആ നടുക്കത്തെ പോർഷൻ ഇല്ല, അവിടുത്തെ ആ ഒരു ബണ്ടിന്റെ ടോപ്പിലുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത്, ഇവിടെയുള്ള വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ആയിരിക്കണം. പിന്നെ സൈഡ് സ്ലോപ്പ് വേരി ഫ്രം 2.1 to 1 തൊട്ട് 3:1 വരെയൊക്കെ ആ സൈഡ് സ്ലോപ്പ്, ഈ സ്ലോപ്പില്ലേ, അത് വേരി ചെയ്യും. അത് ഡിപ്പെൻഡിങ് അപ്പോൾ ദി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ലോക്കലി അവൈലബിൾ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഗൈഡ് ബാങ്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പം ആ മെറ്റീരിയലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഈ സൈഡ് സ്ലോപ്പ് കൊടുക്കുന്നത്. 2:1 തൊട്ട് 3:1 വരെയൊക്കെ അത് വേരി ചെയ്യും. ഓക്കെ, പിന്നെ ടോപ്പിൽ 4 മീറ്റർ വിട്ട് കൊടുക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് 1 മീറ്റർ ടു 1.5 മീറ്റർ ഫ്രീ ബോർഡ് ഷുഡ് ബി പ്രൊവൈഡ്. ഓക്കെ, ഫ്രീ ബോർഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അവിടുത്തെ വാട്ടർ ലെവൽ ഉണ്ടായിരിക്കും. ആ വാട്ടർ ലെവലിൽ നിന്ന് മേലോട്ട് ആ ഒരു ബണ്ടിൻ്റെത് ഹൈറ്റ് എന്ന് പറയുന്നത് 1 തൊട്ട് 1.5 മീറ്റർ വരെയൊക്കെ വരും. ഓക്കെ, പിന്നെ പറയുന്നത് ദ ഇൻസൈഡ് സ്ലോപ്പ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ബൈ സ്റ്റോൺ പിച്ചിങ്. ഓക്കെ, അപ്പം ഇവിടാണേ വെള്ളം, റിവർ ഈ പോർഷനിലാണ്. അപ്പം ഇതാണല്ലോ ഇൻസൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഈ പോർഷനെ നമ്മൾ സ്റ്റോൺ പിച്ചിങ് വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യണം. ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുവാണ് സ്റ്റോൺ പിച്ചിങ്. ഓക്കെ, ഇത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു പോർഷനിൽ എപ്പോഴും എന്താ വാട്ടറിന്റെ ഫ്ലോ ഹൈ ആയിട്ടും ലോ ആയിട്ടൊക്കെ പോകുന്നതാണ്. ഇപ്പം നമ്മൾ സാധാ അവിടുത്തെ ലോക്കലി അവൈലബിൾ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഈ ഒരു സംഭവം, ഈ ഒരു ഗൈഡ് ബാങ്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സൈഡ് സ്ലോപ്പിലായിട്ട് നമ്മൾ എന്തെടുക്കും, സ്റ്റോൺ വെച്ച് ഇങ്ങനെ മറയ്ക്കുന്ന പോലെ ആക്കും. നല്ലതായിട്ട് അടുത്തടുത്ത് വെച്ച് സ്റ്റോൺ വെച്ച് കഴിയുമ്പോൾ അവിടെ ആ വെള്ളം സ്പീഡിൽ വരുന്നത് അവിടെ വന്ന് തട്ടി അതിങ്ങനെ ഇറോഡായി പോകുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് സ്റ്റോൺ പിച്ചിങ് നമ്മൾ കൊടുക്കണം. ഇനി അതിന് തിക്നെസ്സിനെ പറ്റി പറയുവാണ്. ഇത് യൂഷ്വൽ തിക്നെസ് ഓഫ് പിച്ചിങ് വേരീസ് ഫ്രം 40 സെന്റിമീറ്റർ ടു 60 സെന്റിമീറ്റർ വരെയൊക്കെ ആണ്. ദ തിക്നെസ് ഓഫ് പിച്ചിങ് ആസ് റെക്കമെൻഡഡ് ബൈ ഇംഗ്ലീഷ് മേ ബി ഡിറ്റർമൈൻഡ് ഫ്രം ദി ഫോളോയിങ് ഫോർമുല. അപ്പം ഇംഗ്ലീഷ് എന്ന ആള് തിക്നെസ് ഓഫ് പിച്ചിങ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫോർമുല വന്നിട്ടുണ്ട്. T = 0.60 Q⁻⁴. ഓക്കെ, ഈ ഒരു തിക്നെസ്സേ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ എഴുതിയിട്ടുണ്ട് 0.06 ഇൻറ്റു Q⁻⁴ എന്നുണ്ട് കേട്ടോ. അതിൽ ഈ മാർക്കിങ്ങിൽ അതില്ല, ഇതാണ് ഇക്വേഷൻ. ഓക്കെ, where T = thickness of stone pitching in meters and Q is the discharge in cubic. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് the thickness of pitching should be 25% more at the impregnable head than for the rest of the bund. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ തിക്നെസ് കിട്ടുമല്ലോ, ആ തിക്നെസ്സിലെ
ആ വാല്യൂ എന്ന് പറയുന്നത് ആ കേർവ്ഡ് ഹെഡില്ലേ, അപ്സ്ട്രീമിലുള്ള കേർവ്ഡ് ഹെഡ് ഉണ്ടല്ലോ, അവിടെ ആ തിക്നെസ് നമ്മൾ ഇവിടെ കിട്ടുന്ന വാല്യൂ തന്നെ നമ്മൾ അവിടെ കൊടുക്കും. ഓക്കെ, അതിന് 25% അതിൽ കുറവ് മതി, ബാക്കിയുള്ള പോർഷനിൽ അത്രയും എന്താണ് തിക്നെസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ബാക്കി കിട്ടുന്ന ഈ വാല്യൂ മൊത്തത്തിൽ നമ്മൾ ആ ഒരു അപ്സ്ട്രീം സൈഡിന്റെ കേർവ്ഡ് ഹെഡിൽ കൊടുക്കും. അത്രയും തന്നെ നമ്മൾ ബാക്കി റെസ്റ്റ് ഓഫ് ദി ബണ്ടിന്റെ അവിടെ കൊടുക്കണം എന്നില്ല. ഓക്കെ, കാരണം അവിടെ അത്രയും എഫക്റ്റ് വരുന്നില്ല. പിന്നെ പറയുന്നത് ദ റിയർ സൈഡ് ഓഫ് ദി ഷാങ്ക് പോർഷൻ ഈസ് നോട്ട് പിച്ച്ഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ സ്ട്രെയിറ്റ് പോർഷൻ റിയർ സൈഡ് എന്ന് വെച്ചാൽ ഇതാണ്. ഇവിടെ നമ്മൾ പിച്ചിങ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് അവിടെ, ബട്ട് ഈസ് ജനറലി കോട്ടഡ് വിത്ത് 0.3 to 0.6 meter earth for encouraging vegetation growth so as to make it resistant against rain, wind, etc. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോർഷൻ നമ്മൾ പിച്ചിങ് ഒന്നും ചെയ്യത്തില്ല, നമ്മളിവിടെ എർത്തിൻ്റെ തന്നെ എന്തെങ്കിലും ഒരു കോട്ടിംഗ് പോലെ കൊടുക്കും 0.3 തൊട്ട് 0.6 മീറ്ററിൽ. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം വെജിറ്റേഷൻ ഗ്രോത്തിനൊക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടി, പിന്നെ റെയിന് വിൻഡിൻ്റെ ഒക്കെ എഫക്റ്റ് അധികം വരാതിരിക്കാൻ വേണ്ടി, ഈ ഗൈഡ് ബാങ്കിലൂടെ അതിൻ്റെ എഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ എർത്തിൻ്റെ ഒരു കോട്ടിംഗ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്, ടോപ്പിൽ 4 മീറ്റർ വിഡ്ത്ത് കൊടുക്കണം. ഈ ഒരു സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് 2:1 തൊട്ട് 3:1 വരെ ആകും. ഫ്രീ ബോർഡ് 1 തൊട്ട് 1.5 മീറ്റർ കൊടുക്കണം. പിന്നെ പിച്ചിങ് കൊടുക്കാറുണ്ട്, അതിന് തിക്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത് കേട്ടോ. ഇതാണ് ഇക്വേഷനെ, അതിലെ മാർക്കിംഗ് തെറ്റാണ്. ഓക്കെ, ഇത് ഓർത്താൽ മതി. T = 0.60 Q⁻⁴. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഇവിടെ T എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് സ്റ്റോൺ പിച്ചിങ് ഇൻ മീറ്റർ, Q എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഇൻ ക്യുമെക്. ഓക്കെ, പിന്നെ തിക്നെസ്സിൽ 25% നമ്മൾ ആ ഒരു അപ്സ്ട്രീം ഹെഡിലാണ് കൊടുക്കുന്നത്. ബാക്കി റെസ്റ്റ് ഓഫ് ദി ബണ്ടിൽ അത്രയും കൊടുക്കാറില്ല. പിന്നെ ഷാങ്ക് പോർഷന് റിയർ സൈഡിൽ നമ്മൾ പിച്ചിങ് കൊടുക്കാറില്ല, അല്ലാതെ തന്നെ നമ്മൾ 0.3 തൊട്ട് 0.6 മീറ്ററിൽ ഒരു എർത്തിൻ്റെ ഒരു കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. അത് ആ വെജിറ്റേഷനൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി, പിന്നെ റെയിനിൻ്റെയും വിൻഡിൻ്റെ ഒക്കെ എഫക്റ്റ് നിന്ന് അധികം എഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ലൗഞ്ചിങ് അപ്രോൺ. ഇതിൻ്റെ തന്നെ ഒരു പോർഷനാണ്. ഓക്കെ, whenever a sloping face is protected by stone pitching against score, the pitching is extended beyond the toe of the bed, called launching apron. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സ്ലോപ്പിംഗ് ഫേസിന് നമ്മൾ സ്റ്റോൺ പിച്ചിങ് വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ചോ. എന്തിനാ, സ്കോറിംഗ് ഒന്നും അധികം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ പിച്ചിങ് കൊടുക്കുന്നത് ആ ബെഡിൻ്റെ ഈ ടോ പോർഷൻ വരെയൊക്കെ, ഈ ഒരു പോർഷൻ വരെയൊക്കെ നമ്മൾ അത് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ പോർഷനാണ് നമ്മൾ ലൗഞ്ചിങ് അപ്രോൺ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇഫ് നോ സച്ച് പ്രൊട്ടക്ഷൻ ഈസ് പ്രൊവൈഡഡ്, സ്കോർ വിൽ ഒക്വർ അറ്റ് ദി ടോ. അപ്പം ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ അറ്റം കൊണ്ട് സ്കോറിങ് നടക്കും. എന്താണ് എന്നിട്ട് അപ്പോൾ എന്താ പറ്റും, ഇവിടെ അണ്ടർമൈനിങ് വഴി ഇങ്ങനെ സ്കോറിങ് നടന്നിട്ട് ഇത് കൊളാപ്സ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പിച്ചിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്യും, ഈ ഒരു ഹൊറിസോണ്ടൽ റിവർ ബെഡിന്റെ പോർഷനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ എന്താണ്, ഇൻ കേസ് സ്കോറിങ് ഉണ്ടായാൽ പോലും അത് ഇവിടം കൊണ്ടല്ലേ ഉണ്ടാവുന്നുള്ളൂ. അപ്പം സ്കോറിങ് ചെയ്ത പോർഷൻ അങ്ങ് താരോട്ട് അങ്ങ് ഇടിഞ്ഞ് അങ്ങനെ മീൻസ് റിവർ ബെഡിലോട്ട് തന്നെ അങ്ങ് പോകത്തേ ഉള്ളൂ. ആ സൈഡ് സ്ലോപ്പിന്റെ ഉള്ള നമ്മൾ പിച്ചിങ് അതിനധികം എഫക്റ്റ് വരാതെ, ഇപ്പം ഇൻ കേസ് പിച്ചിങ് ഉണ്ടായാൽ പോലും അത് ആ ലൗഞ്ചിങ് എപ്രോണിലേ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഇവിടെ ഇപ്പോൾ ഉണ്ടായാൽ തന്നെ അത് താഴോട്ട് ലൗഞ്ച്ഡ് പൊസിഷൻ ഓഫ് ആപ്രോൺ എന്ന് പറഞ്ഞില്ല, അതിങ്ങനെ ഇടിഞ്ഞു പോയാൽ തന്നെ അങ്ങോട്ടായിരിക്കും സ്കോർ ചെയ്ത് പോകത്തുള്ളൂ, ഇടിഞ്ഞു പോകത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു എഫക്റ്റിന് വേണ്ടി നമ്മൾ ലൗഞ്ചിങ് അപ്രോൺ അവിടെ കൊടുക്കുന്നത്. പിന്നെ പറയുന്നത് ദ ലൗഞ്ചിങ് അപ്രോൺ ഈസ് ജനറലി ലേഡ് ഇൻ എ വിഡ്ത്ത് ഈക്വൽ ടു 1.5 times ദി ഡെപ്ത് ഓഫ് സ്കോർ ബിലോ ദി ഒറിജിനൽ ബെഡ്. ഒരു ബെഡ് ലെവൽ ഉണ്ടല്ലോ, അതിൻ്റെ താഴോട്ട് സ്കോർഡ് ഡെപ്ത് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, അതിന് D എന്ന് പറയാം. ആ D × 1.5 times ആയിരിക്കും നമ്മൾ ലൗഞ്ചിങ് അപ്രോണിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ ടോട്ടൽ സ്കോർ ബിലോ HFL എന്ന് വെച്ചാൽ ഹൈ ഫ്ലഡ് ലെവലിൽ നിന്ന് ഉള്ള ടോട്ടൽ സ്കോറിന്റെ ആ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, മീറ്ററിലുള്ള വാല്യൂ, അതെന്ന് പറയുന്നത് X × R എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അവിടെ R എന്ന് പറയുന്നത് ലേസീസ് നോർമൽ സ്കോർഡ് ഡെപ്ത്. അങ്ങനെ ആള് കണ്ടുപിടിച്ച ഒരു ഇക്വേഷൻ ഉണ്ട്, അതിൽ ആ ഡെപ്ത് ആണ് R എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേസീസ് നോർമൽ സ്കോർഡ് ഡെപ്ത് അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് 0.47 × Q/F the whole raised to 1/3. ഓക്കെ, അവിടെ Q എന്ന് പറയുന്നത് ഡിസ്ചാർജും F എന്ന് പറയുന്ന ഒരു സിൽട്ട് ഫാക്ടറുമാണ്. ഓക്കെ, അപ്പം എന്താണത് നിങ്ങൾ ഈ ഫിഗറിൽ കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ, ഈ ഒരു HFL നിന്ന് ആ ഒരു സ്കോർഡ് ഡെപ്ത് വരെയുള്ള ഡിസ്റ്റൻസ്, അതിന് XR എന്ന് പറയാം. ഓക്കെ, XR.
അതിൽ ആറിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ആ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാമെന്നുള്ളത്. ഇനി എക്സ് എന്താണെന്ന് അറിയണമല്ലോ, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കണമല്ലോ. അപ്പം വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ ഉള്ളതാണ്. ഓരോ ലൊക്കേഷൻ അനുസരിച്ച് ആ എക്സിൻ്റെ വാല്യൂ വേരി ചെയ്യും. ആറിൻ്റെ വാല്യൂ അത് തന്നെ, നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് 6 കണ്ടുപിടിക്കാം. എക്സിൻ്റെ വാല്യൂ ഓരോ ലൊക്കേഷൻ അനുസരിച്ച് മാറും. അതിൽ ആദ്യത്തതാണ് നോസസ് ഓഫ് ഗൈഡ് ബാങ്ക്. നോസസ് എന്ന് വെച്ചാൽ ആ കേർവ്ഡ് പോർഷൻ ഇല്ലേ, ആ കേർവ്ഡ് പോർഷൻ്റെ അവിടെ ആണ് നമുക്ക് ഈ ഒരു HFLE എന്നുള്ള ആ ഒരു സ്കോർഡ് ഡെപ്ത് വരെയുള്ള അത് കണ്ടുപിടിക്കണ്ടെങ്കിൽ അവിടെ എക്സ് എടുക്കേണ്ടത് 2.25 ആണ്. ഓക്കെ, ഇനി അതല്ല, ട്രാൻസിഷൻ ഫ്രം നോസ് ടു ദി സ്ട്രേറ്റ് പോർഷൻ. ആ നോസ് അല്ലെങ്കിൽ അങ്ങനെ നോസ് എന്ന് പറയുന്നത് അങ്ങനെ കേർവ്ഡ് ആയിട്ട് നോസ് പോലെയാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പേര് പറഞ്ഞത്. അപ്പം ഇനി ആ നോസിൽ നിന്ന് സ്ട്രേറ്റ് പോർഷനിലോട്ട് എത്തുന്ന വരെയുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ആണ് നമുക്ക് ഈ ഒരു സംഭവം കണ്ടുപിടിക്കണ്ടെങ്കിൽ, ആ ഒരു x/r എന്ന വാല്യൂ കണ്ടുപിടിക്കണ്ടെങ്കിൽ അവിടെ എക്സ് എടുക്കേണ്ടത് 1.5. ഓക്കെ, ഇനി അതല്ല, ആ സ്ട്രെയിറ്റ് പോർഷനിലാണ് നമുക്ക് ആ ലൊക്കേഷനിലാണ് ആ ഡെപ്ത് കണ്ടുപിടിക്കണ്ടെങ്കിൽ അവിടെ എക്സിൻ്റെ വാല്യൂ 1.25. എന്നിട്ട് പിന്നെ ആറിൻ്റെ വാല്യൂ എടുക്കുക. ആറിൻ്റെ വാല്യൂ ആ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ മാർജിനൽ എംബാങ്ക്മെൻറ്റും നോക്കി, പിന്നെ ഗൈഡ് ബാങ്കും നോക്കി. ഓക്കെ, ഇത് നോട്ട് എഴുതുക, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ലെക്ചർ നോട്ട് അപ്ലോഡ് ചെയ്യുക.